അതെ, പായസം ഉണ്ടാക്കാൻ വലിയ പണിയാണെന്ന് വിചാരിക്കുന്നവര് ഇതൊന്ന് കണ്ടോക്കിട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സൂപ്പർ പരിപ്പ് പായസമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇത് ഞാൻ ചെറുപയർ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള മെഷർമെൻറ്റിലാട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട്, ഒരു നുള്ളുപ്പ് മതി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 3-4 വിസിൽ, 3 വിസിൽ മതി. അതിൻ്റെ പ്രഷർ ഫുള്ള് പോയിട്ട് നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പരിപ്പ് കിട്ടും. പരിപ്പ് നന്നായിട്ട് വേവും വേണം, എന്നാൽ നല്ല വെന്തിട്ട് കൊളാക്കരുത് കേട്ടോ. ഇതിലെവിടെ പരിപ്പ് എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരരുത്. അപ്പോൾ ഇതേ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. പായസത്തിൽ നല്ല മധുരമുള്ളതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇത് ഞാൻ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് ഏലക്കാപ്പൊടി ഇടാൻ മറക്കല്ലേ. അപ്പം എൻ്റെ അടുത്ത് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്ക ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചുക്കുപൊടി, ജീരകപ്പൊടിയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് പാൽ ആഡ് ചെയ്യാം. ഫസ്റ്റ് പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ തിളപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ഒരു ടൈം ഒന്ന് തിളച്ച് വരുന്ന സമയത്തിന് സ്റ്റവ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടി ചൂടായതിനു ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി എന്താ, ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ കേട്ടോ. എത്ര സിമ്പിളായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കി. ഇനി ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞാൽ കേട്ടോ. നമ്മൾ പരിപ്പ് കഴുകി കുക്കറിലോട്ട് ഇടുന്നതിന് മുമ്പ് പരിപ്പ് കഴുകാതെ അതൊന്ന് ഒരു പാനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്ന ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു മണം വരും. ആ ഒരു മണം വരുന്ന സമയത്ത് കരിഞ്ഞു പോകരുത്. ആ ഒരു സമയം വരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു ചൂടോടെ തന്നെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക, വേവിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചൊരു ടേസ്റ്റും കൂടും, പിന്നെ പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പാൽപ്പൊടിയിൽ കുറച്ച് ചൂടുള്ള ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ അപാര രുചിയാണ് കേട്ടോ. അപ്പോൾ വേഗം സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. ടാറ്റാ, ബൈ ബൈ.